ഈ പറഞ്ഞ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം, ആര് ജയിക്കും ആര് തോക്കുമെന്ന ചർച്ചകൾക്കും അപ്പുറം തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉത്സവമാണ്. കുട്ടിക്കലാശങ്ങൾ കേരളത്തിൽ ഉത്സവമാണ്. ഏത് ജനകീയ ഉത്സവങ്ങൾ പോലെയും ഓരോ കുട്ടിക്കലാശങ്ങളെയും കേരളം നെഞ്ചേറ്റെടുത്ത് ആഘോഷമാക്കുന്നതാണ്. അത് നിലമ്പൂരിൽ നമ്മളിപ്പോൾ കാണുന്നു. സുർജിത്ത്, ഹാഷ്മി, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവം ഇവിടെ നടക്കുന്നു. ആ ഉത്സവ കാഴ്ച, അതിന്റെ ആവേശം, അതെല്ലാം പ്രകടമാകുന്ന വിധത്തിലാണ് എടക്കരയുടെ മണ്ണിൽ, അതായത് നിലമ്പൂരിലെ എടക്കരയുടെ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്താണ് ഇത്ര വലിയ ആവേശം കാണുന്നത്. ഒരു ഭാഗത്ത് LDF പ്രവർത്തകർ, മറുഭാഗത്ത് UDF പ്രവർത്തകർ വലിയ ശബ്ദഘോഷങ്ങളോടുകൂടി, അതായത് എത്ര ഡെസിബലാണ് ഇവിടുത്തെ ഈ സൗണ്ട് ബോക്സുകൾക്ക് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവിടെ നിൽക്കുന്നത് തന്നെ വലിയ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ആളുകൾ ചൂടുവെക്കുന്നു, കുട്ടികൾ ചൂടുവെക്കുന്നു, എല്ലാവരും ചൂടുവെക്കുന്നു. അത് ഈ ഉത്സവ കാഴ്ച തന്നെയാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ശരിക്കും വലിയ രീതിയിൽ, വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ കൊണ്ടാടുന്നു നിലമ്പൂരുകാർ എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ ആവേശം, അതായത് വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളുടെ പങ്കാളിത്തം ഇവിടേക്ക് വന്നിരുന്നു. അതായത് വിവിധ ജില്ലകളിൽ നിന്ന് പോലും നേതാക്കൾ ഇവിടേക്ക് എത്തി, ഇവിടെ കേന്ദ്രീകരിച്ചു. ബൂത്ത് തലങ്ങളിൽ പോലും നേതാക്കൾ പ്രവർത്തിച്ച് ഇടപെട്ട് സംസ്ഥാന നേതാക്കൾ വരെ എത്തി വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളായി നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. അതിലെല്ലാം പരിസമാപ്തിയാകുന്നു. ഇനി ചാലിയാറിലെ മഴക്കാലത്തെ ഒഴുക്കോളം ആവേശമുണ്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാണ് നമുക്ക് ഇവിടെ പ്രകടമാകുന്നത്. അത്രമാത്രം വലിയ പങ്കാളിത്തോടുകൂടി, ഘോഷങ്ങളോടുകൂടി ആളുകൾ ഇവിടെ ജനാധിപത്യ ഉത്സവത്തെ കൊണ്ടാടുകയാണ്. ആഷ്മി, വിഷ്ണുനാഥ് പാട്ടുപാടി എന്നാണ് വിപിൻ സി വിജയൻ പറയുന്നത്. നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടമുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനകം ആ PC വിശ്വനാഥിന്റെ പാട്ടുകൂടി നമുക്ക് കേൾപ്പിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ നേതാക്കന്മാർ പാട്ട് പാടുകയും നൃത്തം ചവിട്ടുകയും പ്രവർത്തകരോടൊപ്പം ഈ പറയുന്ന ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ചെറിയ നഗരങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഈ ആൾക്കൂട്ടത്തിനിടയിലും 2 സംസ്ഥാന നേതാക്കൾ കാണും, MLA മാർ കാണും, മന്ത്രിമാർ കാണും. അങ്ങനെ ഓരോ പഞ്ചായത്തിനും ചുമതല സംസ്ഥാന നേതാക്കൾക്കായിരുന്നു എല്ലാ മുന്നണികളുടെയും കാര്യത്തിൽ. അതുകൊണ്ട് അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പറയാറുള്ള മേഘപാളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞങ്ങളുടെ ക്യാമറ ആകാശ ദൃശ്യങ്ങൾ പകർത്തി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നിലമ്പൂര് എങ്ങനെയാണ് ഓരോ മിനിറ്റ് ചെല്ലും തോറും മനുഷ്യ മഹാസമുദ്രമായി മാറുന്നത് എന്ന് ഞങ്ങളുടെ മേഘപാളി ക്യാമറ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ, വിവിധ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഒരു ഭാഗത്ത് LDF, ഒരു ഭാഗത്ത് UDF, ഒരു ഭാഗത്ത് BJP, 3 മുന്നണികൾക്കും ഒരുക്കി നൽകിയിരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ അവർക്ക് വന്ന് അവരുടെ കലാശക്കൊട്ട ആവേശമാക്കി മടങ്ങാം. അതിനപ്പുറത്ത് മറ്റൊന്നും അനുവദിച്ചിട്ടില്ല. ശിങ്കാരിമേളവും പാണ്ടിമേളവും എന്നുവേണ്ട നാസിക് ഡോളും ആനയും അമ്പാരിയും എല്ലാം ഒരു പൂരം, ഒരു രാഷ്ട്രീയ പൂരത്തിൻ്റെ എല്ലാ ആരവവും എല്ലാ അരങ്ങുമുള്ള നിലമ്പൂരിൻ്റെ തെരുവോരങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ ക്യാമറ യാത്ര ചെയ്യുന്നത്. അതിൽ അങ്ങ് ദൂരെ കാണാം, ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, അങ്ങ് ദൂരെ മുതൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രത്തോളം കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ അവസാനം ഈ കാഴ്ചകൾ കാണാൻ കഴിയില്ല. ഇത്രയും ജനങ്ങളെ ഒരു വേദിയിൽ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് അവരെ ഇതൊരു വലിയ ആഘോഷമാക്കി ഒരു പൂരം പോലെ ആഘോഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉത്സവം മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. അതാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതേ കാഴ്ച കാണാൻ കഴിയും. സുഹൈൽ മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ നേരത്തെ BJP ക്യാമ്പിലായിരുന്നു, ഇപ്പോഴെവിടെയാണ്? അവിടുത്തെ പ്രതീക്ഷകൾ എന്താണ്? അവരുടെ കണക്ക് കൂട്ടലുകൾ എന്താണ്? ഇനിയിപ്പോൾ നാളെ മനക്കോട്ട അല്ലെങ്കിൽ മനക്കണക്കാണല്ലോ നാളെയും അടുത്ത ദിവസങ്ങളിലും ഒക്കെ. അതിനു മുമ്പ് എന്താണ് പ്രതീക്ഷ ആ ക്യാമ്പിൻ്റേത്? സുഹൈൽ. ജുമാർ, ഹാഷ്മി, 38,863 ചതുരശ്രീ കിലോമീറ്ററുള്ള കേരളം ഈ 150 മീറ്ററിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചകൾ. സമയം 4:00 ഇനിയും 2 മണിക്കൂർ കലാശക്കൊട്ടിന് പരിസമാപ്തിക്കുണ്ട്. പക്ഷേ കലാശക്കൊട്ടിന്റെ എക്സ്ട്രീമെന്റിൽ, അതിന്റെ ഉച്ചസ്ഥായിൽ എങ്ങനെയാണോ കലാശക്കൊട്ടിന്റെ പെരുമ ഉണ്ടാവുക, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാഴ്ചകൾ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല വർണ്ണങ്ങളുള്ള സമുദ്രമായി തന്നെ നിലമ്പൂരിന്റെ അങ്ങാടി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പരിചിതമായ മുന്നണികളുടെ കൊടികൾ, തോരണങ്ങൾ, ബലൂണുകൾ, ഒപ്പം സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകൾ, വാദ്യോപകരണങ്ങൾ, പൊടിപടലങ്ങൾ, അങ്ങനെ അത്യാധുനിക കാലത്ത് എന്തൊക്കെ ഒരു സെലിബ്രേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം അതിന്റെ പരമാവധി തന്നെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങേയറ്റം
കളർഫുള്ളായ ഒരു കലാശക്കൊട്ടിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ BJP-യുടെ ക്യാമ്പിലായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ BJP-യുടെയും LDF-ന്റെയും ഈ പറഞ്ഞിരിക്കുന്ന കലാശക്കൊട്ട് നിശ്ചയിച്ച സ്ഥലങ്ങൾ ഏകദേശം അടുത്തടുത്താണ്. ഒരു ബാരിക്കേഡിന്റെ അതിർത്തി മാത്രമാണ് ആ രണ്ട് കലാശക്കൊട്ടുകൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ മുന്നണികൾ വാശിയോടുകൂടി ആരുടെ മുന്നണിയാണ് ഏറ്റവും മികച്ച രീതിയിൽ കലാശക്കൊട്ടിന് കാര്യങ്ങൾ ഒരുക്കുന്ന മത്സര ബുദ്ധിയോടുകൂടി തന്നെ പെരുമാറുന്ന അങ്ങേറ്റ രസകരമായ ആഘോഷകരമായ നേരത്തെ വിജയകുമാർ പറഞ്ഞ വാക്കുകടമെടുക്കാൻ രാഷ്ട്രീയ പൂരത്തിന്റെ ഏറ്റവും രസകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകരും അണികളുമെല്ലാം വലിയ ആവേശത്തിലാണ് നൃത്തം ചവിട്ടുന്നവരുണ്ട്, ബാൻഡ് മാർച്ചോട് താളം പിടിക്കുന്നവരുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്. ഇവരോടൊക്കെ കൈ കാണിച്ച് വോട്ടുകൾ ചോദിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മൾക്ക് കാണാം. അങ്ങേയറ്റം കളർഫുള്ളായ കാഴ്ച, വായ്പുള്ള കാഴ്ചകൾ. ഇനി BJP-യുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വിജയപ്രതീക്ഷകളിൽ പുറത്തേക്ക് വരാനിരിക്കുന്ന മെസ്സപ്പെട്ട സെമിഫൈനൽ നിലമ്പൂരിൽ അവരുടെ ഒരു അസ്തിത്വം കൂടി തെളിയിക്കാൻ അവർക്ക് നല്ല ശേഷിയുണ്ടെന്ന് തെളിയിക്കാൻ അവസരം കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം ഈ പറയുന്ന BJP-യുടെയും LDF-ന്റെയും NDA-യുടെയും കലാശക്കൊട്ടിന് അനുവദിച്ച പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാരിക്കേഡിന്റെ അതിർത്തി മാത്രമാണ് ഇത് കലാശക്കൊട്ട് വേദികൾ തമ്മിലുള്ളൂ. ആ ഘോഷയാത്ര, ആ കലാശക്കൊട്ട്, അതിന്റെ ആവേശം മറ്റു രീതിയിലേക്ക് കയ്യാങ്ങളിലേക്ക് അടക്കം നീങ്ങാതിരിക്കാൻ ഏറ്റവും മികച്ച രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ കൂടി ബാക്കി നിൽക്കുമ്പോൾ എന്തൊക്കെ കൗതുകങ്ങൾ ഇരു മുന്നണികളും നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കാൻ ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യം കൂടി കണ്ടറിയേണ്ടി വരും. ഹാഷ്മി, വിജയകുമാർ. എന്തായാലും ആവേശം അതിന്റെ പരമാവധിയിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് നിലമ്പൂർ പൂരമാണ്. അക്ഷരാർത്ഥത്തിൽ അത് പൂരമായി മാറുന്നു. ഈ പറയുന്ന പൂരത്തിന് എല്ലാവിധ ചേരുവകളുമായി ഇതാ ആവേശം ഇങ്ങനെ കൊട്ടിക്കയറുന്നു. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആവേശകരമാണ് നിലമ്പൂർ, എത്രത്തോളം ആവേശകരമായാണ് ബൈ ഇലക്ഷന്റെ കൊട്ടിക്കലാശം. ഇനി 2 മണിക്കൂർ മാത്രം, കൃത്യം 2 മണിക്കൂർ മാത്രമാണ് ബാക്കി. സമയം 4 മണി കഴിഞ്ഞ് 27 സെക്കൻഡാണ്. 2 മണിക്കൂറിൽ പരമാവധി അത് ശക്തിയാക്കുക, പവർ ഷോ ആക്കി മാറ്റുന്നു മുന്നണികൾ. അവിടെ നിലമ്പൂർ എന്ന് പറയുന്നത് വലിയ സാംസ്കാരിക ചരിത്രമുള്ള മണ്ണാണ്, വലിയ സമരചരിത്രമുള്ള മണ്ണാണ്. അപ്പോൾ 75 സ്ഥാപിക്കപ്പെട്ടെന്ന് കരുതപ്പെടുന്ന തച്ചർക്കാവിലെ നിലമ്പൂർ കോവിലകം, 18 ചേരിക്കല്ല്, മാനവേദൻ ഹൈസ്കൂള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് ഒരുപാട് സാംസ്കാരിക പൈതൃകമുള്ള, സാംസ്കാരിക ചരിത്രമുള്ള, ഏറനാടൻ സമരങ്ങളുടെ പാരമ്പര്യമുള്ള, ആ സമരത്തിന്റെ പോരിന്റെ വീര്യം സിരകളിൽ പേറുന്ന മനുഷ്യന്മാരുടെ നാടാണ് നിലമ്പൂർ. രാഷ്ട്രീയ മനുഷ്യരുടെ നാടാണ് നിലമ്പൂർ. രാഷ്ട്രീയത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മനുഷ്യരുടെ നാടാണ് നിലമ്പൂർ. ഏത് രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നോ ആ രാഷ്ട്രീയത്തിന് വേണ്ടി വഞ്ചനയില്ലാതെ, കള്ളക്കോറില്ലാതെ കൃത്യമായി അതിനൊപ്പം നിൽക്കുകയും അതിനുവേണ്ടി വിശ്രമമറിയാതെ പണിയെടുക്കുകയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകരുടെ നാടുകൂടിയാണ് നിലമ്പൂർ. ഒരു ചേട്ടൻ നല്ല ഭംഗിയായി ഡാൻസ് കളിക്കുകയാണ്, അങ്ങനെ ആനന്ദിച്ച് ഡാൻസ് കളിക്കുകയാണ്. ഇടതുപക്ഷ ക്യാമ്പിലെ ഒരു ചേട്ടൻ പിടിച്ചിരിക്കുന്ന അരിവാഴ്ചിരിക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ അങ്ങനെ പല പല നൃത്തങ്ങൾ, പല പല ഗാനങ്ങൾ, ഇത് പ്രവർത്തകർക്ക് ആഘോഷത്തിൻ്റെ ദിവസമാണ്. അതിന് കാരണം അവർ കഴിഞ്ഞ 25 ദിവസമായി ഈ പറയുന്ന ഓരോരോ വീടുകൾ കയറിയും അല്ലാതെയും ഒക്കെ കടുത്ത അധ്വാനം. ഈ ദിവസങ്ങളിൽ സാധാരണ പ്രവർത്തകർ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2-3 മണിക്കൂർ മാത്രമേ അവർ ദിവസം ഉറങ്ങുന്നുണ്ടാവുകയുള്ളൂ. കാര്യം അത്രത്തോളം ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു ആ സാധാരണ പ്രവർത്തകർ. ആ പ്രവർത്തകർ ഇന്നിപ്പോൾ അതിന് കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പോൾ വിശ്രമിക്കാൻ സമയമാകുന്നില്ല. നാളെ ഉള്ളത് ഒരു നിശബ്ദ പ്രചരണത്തിന് ദിവസമുണ്ട്. ഒരുപാട് അടിയൊഴുക്കുള്ള നിലമ്പൂരിൽ അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമായി വെട്ടിയൊഴുക്കി വിടുക എന്ന ഉദ്ദേശം കൂടി, എന്ന ലക്ഷ്യം കൂടി നാളെയുണ്ട്. മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക്